ഡിയർ സ്റ്റുഡൻസ്, BVOC സെക്കൻഡ് സെം പേപ്പർ ജനറൽ ബയോകെമിസ്ട്രിയിലെ യൂണിറ്റ് 3 വരുന്ന ബഫർ സിസ്റ്റം ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ബഫർ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ബഫർ എന്ന് പറയുന്നത് ഒരു അക്വസ് സൊല്യൂഷൻ ആണ്, അതായത് ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ബഫർ എന്ന് പറയുന്നത്. ബഫർ നമുക്ക് രണ്ട് തരത്തിലാണ് വരിക. ആദ്യം വരുന്നത് ഒരു വീക്ക് ആസിഡിൻ്റെ കൂടെ ഒരു സ്ട്രോങ് ബേസും കൂടി മിക്സ്ഡ് അപ്പ് ആവുന്നതാണ്. അപ്പോൾ സ്ട്രോങ് ബേസിന് നമ്മൾ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയാറുണ്ട്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസിൻ്റെ കൂടെ ഒരു സ്ട്രോങ് ആസിഡും കൂടി മിക്സ്ഡ് അപ്പ് ആവുന്നതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ബഫർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ pHൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ് എന്നുണ്ടെങ്കിൽ ആസിഡ്സിനെയോ ആൽക്കലീസിനെയോ റിലീസ് ചെയ്തുകൊണ്ട് ബ്ലഡിൻ്റെ pH നോർമലൈസ് ചെയ്യും. ഇതാണ് ബഫർ സൊല്യൂഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബഫറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സോൾട്ടും ആസിഡും തമ്മിലുള്ള ഒരു ആബ്സല്യൂട്ട് കോൺസെൻട്രേഷൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ബഫറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബഫർ സ്ട്രോങ്ലി ആസിഡ് ബേസ് ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ H+ അയോൺസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യല്ല. അതായത് പ്രോട്ടോൺസിൻ്റെ അളവ് കൂടുകയോ കുറയോ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് pHൽ വേരിയേഷൻസ് വരുന്നത്. അപ്പോൾ ഇവർ H+ അയോൺസിനെ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സല്ല ഇവർ ചെയ്യുന്നത്. അതായത് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇവർ കോൺസെൻട്രേഷൻസിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. കോൺസെൻട്രേഷൻ ഒന്നുമില്ലെങ്കിൽ കൂട്ടും, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ H+ അയോൺസ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് റീനൽ മെക്കാനിസം വഴിയാണ്. അതായത് നമ്മുടെ കിഡ്നി ത്രൂ എക്സ്ക്രീറ്ററി സിസ്റ്റം വഴിയാണ് H+ അയോൺസ് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കൂട്ടേണ്ട സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ H+ അയോൺസിന് കൂട്ടും. ഡിക്രീസ്ഡ് കണ്ടീഷനിലേക്കാണ് വരേണ്ടതെങ്കിൽ H+ അയോൺസിനെ റീനൽസ് മെക്കാനിസം വഴി പുറത്തോട്ട് കളയാണ് ചെയ്യുന്നത്. ബഫറിങ്ങിൻ്റെ എഫിഷ്യൻസി നമ്മുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡിനെ ബേസ് ചെയ്തിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ pK വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ബഫറിങ്ങിൻ്റെ എഫിഷ്യൻസി വരുന്നത്. അതായത് ബഫർ മീഡിയം നമ്മുടെ pHനോട് ചേർന്നാണ് വരുന്നതെങ്കിൽ എന്തു ചെയ്യും, അതിൻ്റെ എഫിക്കൻസി നമുക്ക് വർദ്ധിക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. ഇനി നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബഫർ സിസ്റ്റംസ് ആണ് ഉള്ളത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം വരുന്നത് ബൈകാർബണേറ്റ് ബഫറാണ്. ഇവിടെ വീക്ക് ആസിഡായിട്ട് നമ്മൾ എടുക്കുന്നത് കാർബോണിക് ആസിഡാണ്, H2CO3. അതേപോലെ തന്നെ NaHCO3, അതായത് സോഡിയം ബൈകാർബണേറ്റ് ആണ് കോൺജുഗേറ്റ് ബേസ് അല്ലെങ്കിൽ സ്ട്രോങ് ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതൊരു ബ്ലഡിൻ്റെ അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും പെർട്ടിക്കുലർലി പ്ലാസ്മയിലൊക്കെ പ്രീഡോമിനൻ്റ് ആയിട്ട് നമ്മുടെ pH മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ബൈകാർബണേറ്റ് ബഫറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ കാർബോണിക് ആസിഡ് ഹൈഡ്രജൻ, അതായത് നമ്മുടെ പ്രോട്ടോൺ, അതേപോലെ തന്നെ ബൈകാർബണേറ്റ് അയോൺസ്, ഇവർ രണ്ടുപേരെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ബ്ലഡ് പ്ലാസ്മയിലെ pH നമ്മുടെ ബൈകാർബണേറ്റിൻ്റെയും കാർബോണിക് ആസിഡിൻ്റെയും വേരിയേഷൻസ് അനുസരിച്ചിട്ട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഈ ബൈകാർബണേറ്റും കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മെറ്റബോളിക് പ്രോസസ്സിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രിക്കേഴ്സേഴ്സ് ആണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോൾ ബ്ലഡിൻ്റെ പ്ലാസ്മയിലും pHലും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് ബൈകാർബണേറ്റ്സ് നമ്മുടെ കാർബോണിക് ആസിഡിനേക്കാളും 20% കൂടുതൽ വരാനാണ് സാധ്യതയുള്ളത്. അതായത് ബൈകാർബണേറ്റ്സും നമ്മുടെ കാർബോണിക് ആസിഡും തമ്മിലുള്ള പ്ലാസ്മ കോൺസെൻട്രേഷൻ്റെ റേഷ്യോ വാല്യൂ വരുന്നത് 20:1 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആൽക്കലിക്ക് പ്ലാസ്മയിൽ കുറച്ചും കൂടി കൂടുതൽ കമ്പോണൻസ് ഉണ്ട്. അതായത് ബൈകാർബണേറ്റ്സ് ആണ് നമ്മുടെ പ്ലാസ്മയിൽ കൂടുതലും കാണപ്പെടുന്നത്. അതായത് ബൈകാർബണേറ്റ്സ് എന്ന് പറയുമ്പോൾ ആൽക്കലിയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി സിസ്റ്റം എപ്പോഴാണ് ആക്റ്റീവ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ട് ഒരു ആസിഡ്സോ ആൽക്കലീസോ പിന്നീട് വീണ്ടും ഫർദറായിട്ട് ആഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആണ് നമ്മുടെ ബഫർ സിസ്റ്റം ആഡ് ആവുന്നത്. അതായത് ബഫർ സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നത്. ഇപ്പോൾ ആസിഡാണ് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ട് ആഡ് ആവുന്നെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ബൈകാർബണേറ്റ് ബഫർ H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള HCO3- അതായത് നമ്മുടെ കാർബോണിക് ആസിഡ്സിനെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ നമ്മുടെ NaHCO3 അതായത് സോഡിയം ബൈകാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്യും, കാർബോണിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഇങ്ങനെ കാർബോണിക് ആസിഡിനെ ഫർദർ ഡിസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ടായി വാട്ടർ ആയിട്ട് മാറും. അവിടുന്ന് പിന്നെ അത് നമ്മുടെ റെസ്പിറേഷനിൽ കൂടെയും സ്വെറ്റിങ്ങിൽ കൂടെയോ യൂറിനിൽ കൂടെയോ പുറത്തോട്ട് പോകും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ലങ്സിൽ നിന്നാണ് പിന്നീട് എക്സൈൽ ചെയ്ത് പോകുന്നത്, നമ്മൾ പറഞ്ഞു. ഇനി ഇത് ആസിഡ്സിൻ്റെ കണ്ടീഷൻസിൽ. ഇനി ആൽക്കലിയുടെ കണ്ടീഷനാണ് ESFL, അതായത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഇൻക്രീസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ കാർബോണിക് ആസിഡ്സ് സ്പ്ലിറ്റ് ആണ് ചെയ്യുന്നത്. H+ അയോൺസും HCO3- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഹൈഡ്രജൻ അയോൺസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ കൺവേർട്ട് ആകുമ്പോൾ വാട്ടറിൻ്റെ കൂടെ അത് മിക്സ്ഡ് അപ്പ് ആയിരിക്കും. അങ്ങനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെ pH മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോസ്ഫേറ്റ് ബഫറാണ്. ഫോസ്ഫേറ്റിൽ നമുക്ക് നമ്മുടെ ബ്ലഡിൽ ഫോസ്ഫേറ്റ് കാണപ്പെടുന്നത് മോണോസോഡിയം ഫോസ്ഫേറ്റ് ഫോർമാറ്റിലാണ്. ഇതിൻ്റെ റേഷ്യോ വരുന്നത് 4:1 എന്നുള്ള രീതിയിലാണ്. ഫോസ്ഫേറ്റ് ബഫറിൻ്റെ കോൺസെൻട്രേഷൻ പ്ലാസ്മയിൽ നമ്മുടെ ബൈകാർബണേറ്റ് ബഫറിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഫോസ്ഫേറ്റ് ബഫർ എന്ന് പറയുന്നത് ലെസ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് ആസിഡ് ബേസ് ബാലൻസിങ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലൊക്കെ ക്യാരി ചെയ്യുന്നത് ലെസ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫോസ്ഫേറ്റ് ബഫർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഇത് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബഫറാണ് ഫോസ്ഫേറ്റ് ബഫർ എന്ന് പറയുന്നത്. ഇവിടെ സോൾട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് ഡൈസോഡിയം ഫോസ്ഫേറ്റ് ആണ്. അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് Na+ഉം NaHP4 അയോൺസും ആയിട്ട് മാറും. അതായത് സ്ട്രോങ് ബേസും വീക്ക് ആസിഡുമായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ദെൻ ഈ H+ അയോൺസ് ലിബറേറ്റ് ചെയ്തിട്ടുള്ള ആസിഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്തിട്ടുള്ള H+ അയോൺസ് NaHPO4 ആയിട്ട് കമ്പൈൻ ചെയ്യുകയും അതുവഴി മോണോസോഡിയം ഫോസ്ഫേറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ദെൻ അത് കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി വീക്ക് ആസിഡ്സ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ഉം NaHP4 ആയിട്ടും കൺവേർട്ട് ആവുന്നുണ്ട്. അത് പിന്നെ ഡിസോസിയേറ്റ് ചെയ്ത് കിഡ്നിയിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. ഇനി ആൽക്കലി ആണ് നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ H+ഉം NaHP4 ആയി മാറും. ദെൻ ആൽക്കലി എന്ത് ചെയ്യും, ബ്ലഡിലോട്ട് എൻ്റർ ചെയ്യും. OH ഗ്രൂപ്പ് ആൽക്കലീസിനെ ന്യൂട്രലൈസ് ചെയ്ത് NHPO4 അയോൺസിനെ ഡൈസോഡിയം ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിഡ്നിയിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോട്ടീൻ ബഫേഴ്സ് ആണ്. പ്രോട്ടീൻ ബഫേഴ്സിൽ പ്ലാസ്മ പ്രോട്ടീനും ഹീമോഗ്ലോബിനുമാണ് പ്രോട്ടീൻ ബഫർ സിസ്റ്റത്തിൻ്റെ 2 പാർട്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് പ്ലാസ്മ പ്രോട്ടീൻ ബഫർ എന്ന് പറയുന്നത്. പ്ലാസ്മ പ്രോട്ടീൻ ബഫർ എന്ന് പറയുന്നത് ബ്ലഡിൻ്റെ ബഫറിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് പ്ലാസ്മ പ്രോട്ടീൻ, ആൽബുമിൻ, ഇതാണ് നമുക്ക് കൂടുതലായിട്ടും പ്ലാസ്മ പ്രോട്ടീൻ ബഫർ വെച്ചിട്ട് എഫക്റ്റീവ് ആവുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ പ്രോട്ടീൻ ബഫർ സിസ്റ്റത്തിൽ ഒരു 95% മേഡപ്പ് ചെയ്യുന്നത് പ്ലാസ്മ പ്രോട്ടീൻ വെച്ചിട്ടും ആൽബുമിൻ വെച്ചിട്ടുമാണ്. ഇവിടെ ആൽബുമിൻ്റെ ബഫർ വാല്യൂ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അവിടെ 0.12 തൊട്ടിട്ട് 0.14 മില്ലിമോൾ പെർ GPH ആണ് നമ്മുടെ ആൽബുമിൻ്റെ ബഫർ വാല്യൂ. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മുടെ ഗ്ലോബലിൻ്റെ ബഫർ വാല്യൂവിനേക്കാളും കൂടുതലാണെന്നാണ് പറയുന്നത്. ഗ്ലോബലിൻ്റെ ബഫർ വാല്യൂ 0 തൊട്ടിട്ട് 0.08 mmol per GPH ആണ്. ഓക്കെ. അപ്പോൾ ബഫറിംഗ് പൊട്ടൻഷ്യൽ പ്ലാസ്മ പ്രോട്ടീൻസിൽ വ്യത്യാസപ്പെട്ട് വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതായത് ആൽബുമിനേക്കാളും കുറവാണ് ആർക്ക്, ഗ്ലോബലിൻ്റെ ബഫറിംഗ് പൊട്ടൻഷ്യൽ വരുന്നത്. ഇനി ഈ ബഫറിംഗ് റോൾ കപ്പാസിറ്റി ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ് എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കണമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് പ്രോട്ടീൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ബഫറിംഗ് കപ്പാസിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ പ്ലാസ്മ പ്രോട്ടീൻസ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അമിനോ ഗ്രൂപ്പിനെയാണ്. കാരണം പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ്. സോ പ്ലാസ്മ പ്രോട്ടീൻസ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴും അമിനോ ഗ്രൂപ്പ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും പ്രൊഡ്യൂസ്ഡ് ആവും. അതായത് NH2 ഗ്രൂപ്പും COOH ഗ്രൂപ്പും. പിന്നെ ഇമിഡാസോൾ ഗ്രൂപ്പ് ഡെവലപ്പ് ആവുന്നുണ്ട്, ഗ്വാനഡിൻ ഗ്രൂപ്പ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഇങ്ങനെ പല കമ്പോണൻസ് ഉണ്ടാവും. എന്നാലും മെയിനായിട്ടും അമിനോ ആസിഡ്സും കാർബോക്സിലിക് ആസിഡും തന്നെയാണ് പ്രസൻറ്റ് ആവുന്നത്. ഈ H+ അയോൺസ് ഒരു അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അമിനോ ആസിഡ്സ് എന്ത് ചെയ്യും, പ്ലാസ്മ പ്രോട്ടീൻ്റെ മിഡ് പൊസിഷനിലോട്ട് വന്നിട്ട് അമോണിയനെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു ബേസിക് കോമ്പൗണ്ട് ആണ്. അത് കഴിഞ്ഞ് കാർബോക്സിലിക് ആസിഡ് ആണ് പ്ലാസ്മ പ്രോട്ടീനിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ H+ അയോൺസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് COO- അതായത് സെപ്പറേറ്റ് ചെയ്തിട്ട് COO- H+ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ആൽക്കലൈൻ മീഡിയത്തിൽ സംഭവിക്കുന്നത്. ഇനി ഈ CO എന്ന് പറയുന്നത് ഒരു ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ ന്യൂട്രലൈസേഷൻ നടക്കും. ആസിഡ്സിൻ്റെയോ അല്ലെങ്കിൽ ആൽക്കലിയുടെ ന്യൂട്രലൈസേഷൻ നടന്ന് പ്ലാസ്മ പ്രോട്ടീൻസിനെ പോസിറ്റീവ്ലി ചാർജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ.
ഇതാണ് നമ്മുടെ പ്രോട്ടീൻ ബഫറിൽ വരുന്ന പ്ലാസ്മ പ്രോട്ടീൻ ബഫർ വരുന്നത്. ഇനി ഹീമോഗ്ലോബിൻ ബഫർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ബഫറും കൂടെയാണ് ഹീമോഗ്ലോബിൻ ബഫർ എന്ന് പറയുന്നത്. ഇവിടെ ഇമിഡാസോൾ ഗ്രൂപ്പ്, അതായത് അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വരുന്നത് 6.4 തൊട്ട് 7.0 വരെയാണ്. അവിടെ അമിനോ ആസിഡിൻ്റെ ഇമിഡാസോൾ ഗ്രൂപ്പ് ഹിസ്റ്റഡീനായിട്ട് ബൗണ്ട് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിലേക്ക് ബഫറിംഗ് നേച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ ഹീമോഗ്ലോബിൻ ബഫറിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് മൊത്തം 38 ഹിസ്റ്റഡീൻ റെസിഡ്യൂസ് പ്രസൻ്റ് ആണ്. അവിടെ തന്നെ ഒരു സിംഗിൾ ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ സീക്വൻസ് നമുക്ക് പ്രസൻ്റ് ആണ്. ഇവിടെ ബഫറിംഗ് കപ്പാസിറ്റി അമിനോ ഗ്രൂപ്പിൻ്റെ ചേഞ്ച് ചെയ്യുന്നതിന് കുറച്ചും കൂടി ബെറ്റർ ആണ്. ആരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അതർ സൈഡ്സ് ഗ്രൂപ്പ്സിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഹീമോഗ്ലോബിൻ്റെ അല്ലാതെ വരുന്ന 38 ഹിസ്റ്റഡീൻ റെസിഡ്യൂസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അമിനോ ഗ്രൂപ്പിൻ്റെ ബഫറിംഗ് കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വാല്യൂം കൂടുതലായിരിക്കും. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 7.3 ആണ്. അത് നമ്മുടെ പ്ലാസ്മയുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് കമ്പാരിറ്റീവ്ലി സിമിലർ ആണ്. സോ ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ ബഫർ എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ബഫറായിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ഒരു തെളിവാണ് കൂടി അത്. ഓക്കെ, അതായത് ഹീമോഗ്ലോബിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വാല്യൂ പ്ലാസ്മയുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് സിമിലർ ആയി വരുന്നതുകൊണ്ട്, അതായത് ഓൾമോസ്റ്റ് അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ ബഫർ ഒരു എഫക്റ്റീവ് ബഫറായിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഹീമോഗ്ലോബിൻ ബഫർ സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. അതായത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും നമ്മുടെ ബ്ലഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ബഫർ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് എക്സസ് ആയിട്ട് വരുന്ന HCO3 അയോൺസിനെ പൾമണറി ആൽവോളിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കും. അതിനെ നമ്മൾ ഐസോഹൈഡ്രിക് ട്രാൻസ്പോർട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പൾമണറി ആൽവോളിയിൽ വെച്ചിട്ട് ഹൈഡ്രജൻ അയോൺസ് റിലീസ് ചെയ്ത് ഡിയോക്സി ഹീമോഗ്ലോബിൽ നിന്നാണ് ഹൈഡ്രജൻ അയോൺസ് റിലീസ്ഡ് ആവുന്നത്. എന്നിട്ട് അത് ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനിലോട്ട് അത് കൺവേർട്ട് ആവുന്നു. പിന്നെ ആസിഡ് ഫർദർ വീണ്ടും ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും H2Oയും ആയിട്ട് മാറുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ കൂടെ എക്സ്പയർ ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു ആസിഡ് ബേസ് ബാലൻസിങ് ഹീമോഗ്ലോബിൻ ബഫർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ബഫറിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ ബഫർ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു: ബൈകാർബണേറ്റ് ബഫർ, ഫോസ്ഫേറ്റ് ബഫർ ആൻഡ് പ്രോട്ടീൻ ബഫേഴ്സ്. ഓക്കെ, താങ്ക് യു.